ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈദ് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഈദിൻ്റെ 2 ദിവസത്തെ വിശേഷങ്ങളും പിന്നെ ഈദ് ഷോപ്പിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഇതിപ്പം പെരുന്നാൾ തലേന്നാട്ടോ. പെരുന്നാൾ തലേന്ന് രാത്രി ഞാൻ പീടി ഉണ്ടാക്കുകയാണ്. കാരണം എല്ലാ പെരുന്നാളും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് പീടിയാണ്. അപ്പോൾ അത് നമ്മൾ തലേന്ന് രാത്രി തന്നെ ചെയ്ത് വെക്കും. കാരണം നമ്മൾ പള്ളി കഴിഞ്ഞ ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തലേന്ന് രാത്രി തന്നെ ചെയ്ത് വെക്കും. ഞാനിവിടെ പിടി റെഡിയാക്കുമ്പോഴേക്കും നമുക്ക് ഏത് ഷോപ്പിംഗ് വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈദ് ഷോപ്പിംഗ് ഭയങ്കര ലാസ്റ്റ് മിനിറ്റായിരുന്നു കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ തലേന്ന് വരെ ഷോപ്പിംഗ് എന്നുള്ള രീതിയിലായിരുന്നു. പൊതുവേ അങ്ങനെ സംഭവിക്കാറില്ല, കുറച്ച് മുന്നെങ്കിലും ഞാൻ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ 30 നോമ്പും കംപ്ലീറ്റ് ആക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ആ ഒരു തലേന്ന് രാത്രി വരെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. സൺഡേ കുറേ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സൺഡേ നമുക്ക് പെരുന്നാളായിപ്പോയി. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ ഒരു കുറച്ച് ദിവസം മുന്നെയാണ് ഞാനും ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഞാൻ ഹാങ്ങർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് ഞാൻ പോവാറ്. അവിടെ നമുക്ക് നല്ല മോഡസ് വെയർ ഒക്കെ കിട്ടും. ഞാൻ എൻ്റെ ലാസ്റ്റ് ഈദിനൊക്കെ ഞാൻ അവിടെ നിന്നായിരുന്നു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു ഷോപ്പിലേക്കാണ് പോയി നോക്കിയത്, നല്ല വല്ല കളക്ഷനൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ ആകുമ്പോൾ നമുക്ക് നല്ല കോഡ് സെറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല ടർക്കിഷ് സ്റ്റൈലിലുള്ള മോഡസ് വെയേഴ്സൊക്കെ കുറേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. പ്രാവശ്യം ഫുൾ ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഡ് സെറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ സ്കേർട്ട് പോലത്തെ കോഡ് സെറ്റ്സ്, പിന്നെ പാൻറ് സ്റ്റൈലിൽ വരുന്നത്, ലോങ് ഡ്രസ്സുകൾ, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കളക്ഷൻ കേട്ടോ. കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കോഡ് സെറ്റ്സിലൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അങ്ങോട്ട് എടുക്കണം എന്ന് അങ്ങോട്ട് തോന്നിയില്ല. പിന്നെ അവിടുത്തെ ഒരു ചെറിയൊരു നെഗറ്റീവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിൻ്റെയും കളേഴ്സ് സെയിം ആയിരിക്കും. ഇപ്പം ഒരു റെഡ്, ബ്ലൂ, ബ്ലാക്ക് അങ്ങനെ എല്ലാത്തിൻ്റെയും ഓൾമോസ്റ്റ് ഒരേ ഷെയ്ഡായിരിക്കും. അതാണ് നമ്മൾ ഏത് ഡ്രസ്സ് എടുത്താലും അങ്ങനെ ഒരുപാട് കളർ ഓപ്ഷൻസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ കോഡ് സെറ്റ്സ് കുറേ നോക്കി, പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ടൈമും കോഡ് സെറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം കോഡ് സെറ്റ് തന്നെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്നാൽ വേറെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് പിന്നെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് പാകിസ്ഥാനി സ്റ്റൈലുള്ള എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഷാർജയിൽ വന്നതായിരുന്നു. ഷാർജയിൽ സഫയർ എന്ന് പറഞ്ഞിട്ടൊരു പാകിസ്ഥാനി ഷോപ്പുണ്ട്. എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് സഫയർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെ പോയി നോക്കി. എനിക്ക് പൊതുവേ പാകിസ്ഥാനി സൽവാറിനെക്കാളും അവരുടെ ആ ഒരു ഫിറ്റിംഗ് ഉണ്ടല്ലോ, കുറച്ച് ഭയങ്കര ലൂസ് ഫിറ്റായിട്ട് ഭയങ്കര ഒരു കാഷ്വൽ ലുക്ക് തരുന്ന ആ ഒരു ഫിറ്റിംഗ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെന്നതാണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല എംബ്രോയ്ഡറി ഒക്കെ വരുന്ന നല്ലതുണ്ടായിരുന്നു.
പിന്നെ മോളുടെ ഡ്രസ്സൊക്കെ ഞാൻ പിന്നെ ഓൺലൈൻ ഓർഡർ ആക്കിയതായിരുന്നു. അപ്പോൾ പിന്നെ അവളുടെ അങ്ങനെ കാര്യമായിട്ട് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്ക് ഷൂസും പിന്നെ അവളുടെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചുകൊണ്ട് തന്നെ പിന്നെ അതിനൊന്നും സമയം കിട്ടിയില്ല. പെട്ടെന്ന് പെരുന്നാളെന്നല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ദിവസം പെരുന്നാളായതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കുറച്ച് പീസെല്ലാം എടുത്ത് വന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇത് ഞാൻ പിന്നെ ചുമ്മാ എടുത്ത് നോക്കിയത് കേട്ടോ. ഈ ഒരു എംബ്രോയ്ഡറി ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാനിതാ ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു കംഫർട്ട് കണ്ടപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ. ഇതാകുമ്പം എനിക്ക് പിന്നെയും നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം എന്ന് വെച്ചപ്പോൾ പിന്നെ ഞാൻ അതന്നെ അങ്ങ് ഫൈനലൈസ് ചെയ്തു. അങ്ങനെ പിടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെറിയൊരു പുഡിങ്ങും കൂടി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പിറ്റേന്ന് നമ്മൾ മൂത്താപ്പാൻ്റെ വീട്ടിലാണ് നമുക്ക് പെരുന്നാളുണ്ടാവുക. അപ്പം അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു പാക്കറ്റ് തിക്ക് ക്രീം, പിന്നെ വിപ്പിംഗ് പൗഡറിൻ്റെ ഒരു സാഷേ, പിന്നെ ഈ കാരമൽ പുഡിങ്ങിൻ്റെ സാഷേ കിട്ടുമല്ലോ നമുക്ക്, അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ്, ക്രീം ചീസ് എല്ലാം ഇട്ടിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ക്രീമിൻ്റെ ആ ഒരു ബേസ് റെഡിയായി. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുനാഫയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുനാഫ ജസ്റ്റ് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാരമൽ ചീസിൻ്റെ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പുഡിങ് കേട്ടോ. കാരണം രാത്രി 1 മണിക്കോ എങ്ങാണ്ടാണ് ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, തലേന്ന് ഷോപ്പിങ്ങിന് പോയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും പുഡിങ് ആക്കാമെന്ന് വെച്ചിട്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഒരു 2 ബൗൾ ഞങ്ങൾക്കും എടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് പാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പം കോമഡി എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ കാരമലായിട്ടുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ്. കാരമലിൻ്റെ പല വേർഷനായിട്ടുള്ള പുഡിങ്ങായിരുന്നു അന്ന് ഇതിന് നമുക്ക് ഉണ്ടായത് കേട്ടോ. അങ്ങനെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചില്ല, മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാട്ടോ ഈ മെഹന്തി കോണൊക്കെ. പക്ഷേ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും തന്നെ അവൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കോണുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചിട്ട്. എനിക്ക് പൊതുവെ മടിയുള്ളൊരു കാര്യമാണ് മെഹന്തി ഇടാൻ. അപ്പം ഞാൻ എന്തെങ്കിലും ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഡിസൈനെ ഞാൻ എപ്പോഴും ഇടുള്ളൂ. പിന്നെ രാത്രി 2 മണിക്കൊക്കെ ഇരുന്നിട്ടാണ് മൈലാഞ്ചി ഇടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മോൾക്കും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേക്കാം. അവളുടെ അടുത്ത് ഞാൻ അങ്ങനെ പ്രോമിസ് ചെയ്തതായിരുന്നു, ഓക്കെ മൈലാഞ്ചി ഇട്ട് തരാമെന്നുള്ളത്. കാരണം ഉള്ളിൽ അവൾക്ക് ഓൾറെഡി സ്കൂളിൽ നിന്ന് ഹെന്ന പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ ഉറങ്ങുമ്പം ഇങ്ങനെ കൈയും എല്ലാം പിടിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്നാൽ പിന്നെ അവൾ എണീക്കുമ്പോൾ അവൾ സർപ്രൈസ് ആയിക്കോളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ സമയം ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്ത്. നല്ല ലേറ്റായിരുന്നു, കാരണം നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഇടാനൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് ഇവിടെ ഫാൻ ഓണാക്കിയിട്ട് അതിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. കാരണം നാളെ രാവിലെ പള്ളിയിൽ പോകുമ്പോഴേക്കും ഉണങ്ങി കിട്ടണമല്ലോ. ചോക്കി അടിക്ക്. ഇഷ്കിച്ചോ? അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചൊക്കെ വന്ന് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ പള്ളിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഇന്നിപ്പം ലഞ്ചൊന്നും ഉണ്ടാക്കാനില്ല. കാരണം ലഞ്ച് പൊതുവേ നമ്മൾ ഇവിടെയുള്ള സമയത്ത് നമുക്ക് പെരുന്നാളെല്ലാം നമുക്ക് മൂത്താപ്പൻ്റെ വീട്ടിലാണ് ഉണ്ടാവുക. അവിടെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാറ്. കസിൻസും നമ്മളെല്ലാവരും ഒരുമിച്ച് അവിടെയാണ് കൂടുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ചെറിയൊരു നാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഷാർജയിലേക്ക് പോവും. അങ്ങനെ നമ്മൾ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈദ് ഡ്രസ്സ് വരുന്നത്. മോൾക്ക് ഞാൻ 1-2 ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോഡ് സെറ്റും ഒരു ഫുൾ എംബ്രോയ്ഡറി ആയിട്ടുള്ള ഒരു കോഡ് സെറ്റും പിന്നെ ഒരു ഫ്രോക്കെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഫ്രോക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ നമുക്ക് ഫോട്ടോസിലൊക്കെ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്തെടുത്ത് പിന്നെ മോളൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കുകയാണ്. The big one. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് പിന്നെ നമുക്ക് നിർബന്ധമാണല്ലോ ഇത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എടുക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ ഷാർജയിലേക്ക് പോയി.
പിന്നെ അവിടുന്ന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഞാൻ മറന്നുപോയി ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളത്. അവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഇരുന്ന് വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഉള്ള കുറച്ച് ക്ലിപ്സ് ഞാനിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഏത് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.